കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ നാഷണൽ പാർക്ക്, സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്ന ഇടം, വംശനാശ ഭീഷണി നേരിടുന്ന അപൂർവ ഇനമായ നീലഗിരിത്താർ എന്നറിയപ്പെടുന്ന വരയാടുകളെ അവയുടെ ആവാസ വ്യവസ്ഥയിൽ കാണാൻ പറ്റുന്ന അപൂർവം സ്ഥലങ്ങളിലൊന്ന് മൂന്നാറിലെ ഇരവികുളം നാഷണൽ പാർക്ക്. ഇരവികുളം നാഷണൽ പാർക്കിലെ ജംഗിൾ സഫാരിയാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ. സോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ARJ ട്രെയിൽസ്. മൂന്നാർ ടൗണിൽ നിന്ന് മറയൂർ പോകുന്ന റൂട്ടിൽ ഏകദേശം ഒരു 7 കിലോമീറ്റർ മാറിയാണ് ഇതിന്റെ എൻട്രി പോയിന്റ്. ഇതാണ് പാർക്കിന്റെ പ്രവേശന കവാടം. ഇവിടെ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഇങ്ങോട്ട് എൻട്രി ഉള്ളൂ. 5 മണി വരെ നമുക്ക് അവിടെ വിസിറ്റ് ചെയ്യാൻ ടൈം ഉണ്ടെങ്കിലും നമ്മൾ 2 മണിക്കാണ് ലാസ്റ്റ് ഇവിടുന്ന് പോകുന്ന ബസ്സൊക്കെ. 200 രൂപയാണ് ഇവിടുത്തെ പ്രവേശന നിരക്ക്. ഇതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ ബുക്ക് ചെയ്ത് കയറി പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എങ്കിലും നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരുവാണെങ്കിൽ ഇതുപോലെയുള്ള നീണ്ട ക്യൂ ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഞാൻ അതുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. എന്നിട്ട് പോലും അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് ഓരോ ബസ് വരുന്നതനുസരിച്ച് ആണ് ആൾക്കാരെ കയറ്റി വിടുന്നത്. അങ്ങനെ കാത്തിരുന്ന് ഞങ്ങളുടെ വണ്ടി വന്നു. ഇതുപോലെ കണ്ടിന്യൂസ് ബസ് സർവീസ് ഇവിടെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇതിലേതൊരു ബസ്സിൽ കയറി തിരിച്ചു പോരാൻ പറ്റുന്നതാണ്. ഞങ്ങൾ ഇന്ന് വന്ന സമയത്ത് പൊതുവേ ഇവിടെ തിരക്ക് കുറവായിരുന്നു. ശരിക്കും സീസൺ ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുള്ള സമയത്ത് ഇതുപോലെ വണ്ടിയിൽ കയറാനായിട്ട് നല്ല രീതിയിൽ ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ വരുന്ന ടൈമിൽ മാക്സിമം ബുക്ക് ചെയ്തിട്ട് വരാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ അധികം വലിയ ക്യൂവിൽ നിൽക്കാതെ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റുന്നതാണ്. നമ്മളെ മുകളിൽ ഡ്രോപ്പ് ചെയ്യുന്ന പോയിന്റ് വരെ എത്താനായിട്ട് ബസ്സിൽ നമ്മൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ ട്രാവൽ ചെയ്യണം. ഇതുപോലത്തെ ചെറിയ വീതി കുറഞ്ഞ വഴിയിലൂടെയാണ് നമ്മൾ ബസ് പോകുന്നത്. ബസ്സുകൾ കൂടാതെ ഇതുപോലത്തെ ബഗ്ഗി കാറുകളും ഇവിടെയുണ്ട്. തേയിലത്തോട്ടങ്ങളുടെയും പുല്ലുമേടുകളുടെയും ചോലവനങ്ങളുടെയും ഒക്കെ ഇടയിലൂടെയുള്ള ഈ ഒരു 1/4 മണിക്കൂർ ബസ് യാത്ര ഒരിക്കലും നമ്മളെ ബോറടിപ്പിക്കുകയില്ല. ഈ മുന്നിൽ കാണുന്നത് ഒരു വെള്ളച്ചാട്ടമാണ്. ഇപ്പം നല്ല വേനലായതുകൊണ്ട് ഫുള്ള് വറ്റി വരണ്ട് കിടക്കുകയാണ്. മഴക്കാലത്തൊക്കെ ഇതിലെ വരികയാണെങ്കിൽ ഇതൊരു അടിപൊളി കാഴ്ച തന്നെ ആയിരിക്കും. ഇവിടെ വരെയാണ് നമുക്ക് ബസ്സിൽ വരാൻ പറ്റുന്നത്. ഇനി ഇവിടെ നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് ഏകദേശം 1 കിലോമീറ്ററോളം നമുക്ക് മുകളിലേക്ക് നടന്നു പോയി കാണാനാണ് ഉള്ളത്. കാടിനുള്ളിലാണെങ്കിലും ഇവിടെ അത്യാവശ്യം കഫറ്റീരിയയും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് അത്യാവശ്യം വെള്ളവും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കയറുവാൻ ശ്രമിക്കുക. ഏതായാലും അവിടുന്ന് കുറച്ച് വെള്ളമൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പയ്യെ നടക്കാൻ തുടങ്ങി. ഏതായാലും ഇന്നത്തെ ക്ലൈമറ്റ് തീരെ മോശമല്ല. അത്യാവശ്യം നല്ല രീതിയിൽ കോടയും ചെറിയ രീതിയിലുള്ള വെയിലും ചെറിയ ചാറ്റൽ മഴയൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിന്റെ ഭാഗമാണ് ഈ ഒരു നാഷണൽ പാർക്ക്. വരയാടുകളാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. അതുപോലെ തന്നെ 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി ഒരുപാട് കാണുന്ന ഒരു സ്ഥലമാണിത്. 2030 ഇനി അടുത്ത നീലക്കുറിഞ്ഞിയുടെ സീസൺ. ഏകദേശം 97 കിലോമീറ്റർ സ്ക്വയറോളം വ്യാപിച്ച് കിടക്കുന്ന ഈ ഒരു നാഷണൽ പാർക്കിന്റെ രാജമല എന്ന സ്ഥലത്തേക്കാണ് കൂടുതലായിട്ട് ആൾക്കാർ എത്തുന്നത്. നിലവിൽ രാജമല വരെ മാത്രമേ ഇവിടെ പ്രവേശനം അനുവദിക്കുന്നുള്ളൂ. ഈ കാണുന്ന പുല്ലുമേടുകളിലൊക്കെയാണ് നീലക്കുറിഞ്ഞികൾ പൂവിടുക. മലമുകളിൽ നീലവസന്തം തീർക്കുന്ന ആ ഒരു കാഴ്ച കാണുവാനായി ഇനി ഏകദേശം 2030 വരെ കാത്തിരിക്കേണ്ടി വരും. അപൂർവ ഇനത്തിലുള്ള സസ്യജാലങ്ങളാണ് ഇരവികുളത്തിന്റെ മറ്റൊരു പ്രത്യേകത. ചോലവനങ്ങളും പുൽമേടുകളും ഒക്കെയുള്ള ഈ പ്രദേശത്ത് അപൂർവമായിട്ടുള്ള കാട്ടുപൂക്കളും ഓർക്കിഡുകളും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. വളരെ റെയർ ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇപ്പം ഏതായാലും ഇവിടം വരെ പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ. മുൻകാലങ്ങളിലൊക്കെ നമുക്ക് ഇതിന് അപ്പുറത്തേക്കും പോകുവാൻ പറ്റുമായിരുന്നു. നമ്മൾ ഏതായാലും ഇതുവരെ ഇത്രയും നടന്നിട്ട് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഒറ്റ വരയാടുകളെ പോലും കണ്ടില്ല. ഏതായാലും തിരിച്ചു പോകുന്ന സമയത്തെങ്കിലും കാണാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയിൽ നമ്മൾ പയ്യെ തിരിച്ചു നടക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഏതായാലും ഈ ഒരു പ്രദേശമൊക്കെ നല്ല രീതിയിൽ അട്രാക്റ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കുറേ ചെറിയ നടപ്പ് വഴികളും ഇതിനകത്തോടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും 2030 ഇനി നീലക്കുറിഞ്ഞിയൊക്കെ പൂക്കുന്ന സമയത്ത് ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ 2 സൈഡിലും കുറിഞ്ഞിപ്പൂക്കളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഈ ചെറിയ വഴികളിലൂടെ നടക്കാൻ പറ്റും. ആ ദൂരെ കാണുന്ന മലയാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള ആനമുടി. ഏകദേശം 2600 മീറ്റർ ഉയരമുള്ള ഈ കൊടുമുടിയിലേക്ക് ഒക്ടോബർ മാസങ്ങളിലൊക്കെ ട്രക്കിംഗ് അനുവദിക്കാറുണ്ട്. താഴേക്ക് തിരിച്ച് നടന്നു തുടങ്ങിയപ്പോൾ തന്നെ വരയാടുകളെ കാണാൻ തുടങ്ങി. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന ആടുകളെ പോലെ തന്നെ നല്ല രീതിയിൽ ഇണക്കം കൊണ്ടി വയ്ക്കും.
വളരെ അപൂർവമായിട്ടുള്ള ഇവയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് 1978 ഈ നാഷണൽ പാർക്ക് തുടങ്ങിയത്. ഇവയുടെ പ്രജനന കാലഘട്ടമായ ഫെബ്രുവരി മുതൽ മാർച്ച് വരെ ഇങ്ങോട്ടേക്ക് പ്രവേശനം ഉണ്ടാവാറില്ല. അത് കഴിഞ്ഞ് ഉടനെ ഇത് തുറക്കുന്ന സമയത്ത് തന്നെ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് വരയാടിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ പറ്റും. ഏതായാലും ഈ ഒരു സാധനം ഭയങ്കര ക്യൂട്ടാണ്. നമ്മൾ ഇവിടെ വരുന്ന സന്ദർശകരുടെ മുന്നിൽ ഇത് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയും അതുപോലെ തന്നെ നമുക്ക് തൊടാനൊക്കെ ഇത് നിന്ന് തരും. പക്ഷേ ഒരു കാരണവശാലും നമ്മൾ ഇതിനെ തൊടാനൊന്നും പാടില്ല. അഥവാ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഫോറസ്റ്റ് വാച്ചർമാർ നിങ്ങൾക്ക് ഫൈനൊക്കെ തരുന്നതായിരിക്കും. നീലഗിരി എക്കോസിസ്റ്റത്തിൽ മാത്രം കണ്ടുവരുന്ന തദ്ദേശീയ ജൈവവംശമാണ് വരയാടുകൾ. ഇരവികുളം നാഷണൽ പാർക്കിന്റെ ഭാഗമായിട്ടുള്ള രാജമല, പന്തുമല, ചിന്നപന്തുമല എന്ന ഭാഗങ്ങളിലാണ് വരയാടുകളെ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ IUCN റെഡ് ഡാറ്റ ബുക്കിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയാണിത്. സാധാരണ ആടുകളുമായി വളരെ സാദൃശ്യവും ജൈവികമായി അടുപ്പവുമുള്ള ഈ ജീവികളിൽ ആണാടുകൾക്കായിരിക്കും കൂടുതൽ വലിപ്പം. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് പ്രത്യുൽപാദനം നടക്കുന്നത്. ജനിച്ച് 2 മാസം കുഞ്ഞുങ്ങൾ മാതാവിന്റെ പൂർണ്ണ സംരക്ഷണത്തിലായിരിക്കും. പ്രായപൂർത്തിയാകുവാൻ ഏകദേശം 16 മാസം എടുക്കും. ഏകദേശം 3.5 വർഷമാണ് ഇതിന്റെ ശരാശരി ആയുസ്. ധാരാളമായിട്ട് പുൽമേടുകൾ കാണപ്പെടുന്ന പ്രദേശങ്ങളിലാണ് ഇവ ഏറ്റവും കൂടുതൽ ജീവിക്കുന്നത്. അതുപോലെ തന്നെ നല്ല സ്റ്റീപ്പായിട്ടുള്ള പാറയിലൂടെയൊക്കെ ഇവർക്ക് ഈസി ആയിട്ട് സഞ്ചരിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇരപിടിയന്മാരിൽ നിന്നൊക്കെ ഇവർക്ക് രക്ഷപ്പെടാനായിട്ട് പ്രത്യേക ഒരു സ്കില്ല് തന്നെയാണ്. വരയാടുകൾക്ക് ഈ പേര് ലഭിച്ചത് തമിഴിൽ നിന്നാണ്. തമിഴില് വര എന്ന് പറഞ്ഞാൽ പാറ എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ പാറമുകളിൽ താമസിക്കുന്ന ആട് എന്ന അർത്ഥം വരുന്ന രീതിയിലാണ് ഇതിനെ വരയാടെന്ന് വിളിച്ചു തുടങ്ങിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് ഇതിലെ കൂടെ എത്ര നേരം നടന്നാലും ഒരു മടുപ്പും തോന്നില്ലെന്നുള്ളതാണ് സത്യം. നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയിലൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കുറെ ഗാർഡുകളൊക്കെ നിൽപ്പുണ്ട്. നമ്മൾ ഏതെങ്കിലും കാരണവശാൽ ഈ ആടുകളെയൊക്കെ തൊടുവാണെന്നുണ്ടെങ്കിൽ അവർ വന്ന് അതുങ്ങളെ ഓടിച്ചു വിടും. അങ്ങനെ ഏകദേശം നാഷണൽ പാർക്കിന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ പയ്യെ ബസ് കയറുവാനായിട്ട് താഴേക്ക് നടക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്ന് കഴിഞ്ഞാലും നമുക്ക് ആനമുടി കാണാൻ പറ്റുമെന്നുള്ളതാണ്. ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ.